ഗായ്സ്, എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നൊരു ലോങ് വീഡിയോ ആണത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇവിടെ രാവിലെ തന്നെ നല്ല മഴ. ആ മഴയുടെ സുഖത്തിൽ എൻ്റെ രണ്ട് മക്കളും നല്ല ഉറക്കമാണ്. അവരെ എണീക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ ജോലികളൊക്കെ തീർക്കാനുള്ള പുറപ്പാടിലാണ്. രാവിലെ തന്നെ ചായ വെച്ചു. ഇന്ന് ലച്ചുവിന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അതുതന്നെ ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ അവൾക്ക് കൊണ്ടുപോകാനുള്ളതും ഞങ്ങൾക്ക് കഴിക്കാനുള്ളതും ഒക്കെ റെഡിയായി. എൻ്റെ ചെറിയ മോൾ ഇതൊന്നും കഴിക്കില്ല കേട്ടോ. അവൾക്ക് ചോറ് അത് തന്നെ 2-3 വാ കഴിച്ചു. പിന്നെ അവരുടെ അച്ഛൻ എണീറ്റു. പിന്നെ അച്ഛനായിട്ടുള്ള ഒരു ഗുസ്തി പിടുത്തമായിരുന്നു 2 മക്കൾക്കും. അച്ഛൻ്റെ അടുത്ത് മക്കളാക്കിയിട്ട് ഞാൻ വേഗം പോയിട്ട് കുളിച്ച് വിളക്ക് കത്തിച്ചു. അപ്പോഴേക്കും ലച്ചുവിനെ കുളിപ്പിക്കാനുള്ള സമയമായി. ലച്ചു ഒറ്റയ്ക്ക് പോയി കുളിച്ചു. അവളെ റെഡിയാക്കി. അവളെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവളെ റെഡിയാക്കി സ്കൂളിലേക്ക് വിടാനുള്ള സമയമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. ആ സമയത്ത് ചാരു നല്ല കരച്ചില്ല. അവൾക്ക് ചേച്ചി സ്കൂളിൽ പോകുന്ന ഇഷ്ടമല്ല. അവൾ ഒറ്റയ്ക്കാവുമല്ലോ. ചേച്ചി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ കിടന്ന് വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ചേച്ചി പോകുന്നതിന് മുമ്പ് കുറച്ച് ഡാൻസ് ആവാമെന്ന് പറഞ്ഞ് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് ചെയ്തിട്ടാണ് അവൾ സ്കൂളിൽ പോയത്. അത് കഴിഞ്ഞപ്പോൾ ചാരുവിന് നല്ല സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ അവൾ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വീട് മുഴുവൻ നടക്കും. പിന്നെ ഞങ്ങൾ കുറേ നേരം പുറത്ത് ഞങ്ങൾ ചെടികളൊക്കെ നോക്കിയിരുന്നു. പിന്നെ അവൾ എന്നെ വെറുതെ വാശി പിടിപ്പിച്ചുകൊണ്ടിരിക്കും. അവൾക്ക് ചേച്ചീനെ കാണണം, അല്ലെങ്കിൽ ഇങ്ങനെ കുറുമ്പാട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ മഴയായി. ഇന്ന് വെറും മഴയുള്ളൊരു ദിവസമാണ്. മഴ പോയ തക്കത്തിന് ഞങ്ങൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ടെൻറ്റ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മഴ നനയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷീറ്റ് കൊണ്ടൊക്കെ മൂടുന്ന പരിപാടിയായിരുന്നു. ആ സമയത്ത് അവളെന്തോ കുരുത്തക്കേടൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ വേഗം താഴേക്ക് വന്നു. പിന്നെ നല്ല മഴയായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് റീലൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറപ്പാടിലായി. ഇതൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് പോസ്റ്റ് ചെയ്യാനുണ്ട് എനിക്ക്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജോലി ചേട്ടൻ വന്നു. തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിയാണ്. അവൻ വന്നു കഴിഞ്ഞ് പിന്നെ ചാരുവിന് അവനെ മതി. അപ്പോഴേക്കും പിന്നെ വൈകിട്ടായപ്പോൾ ലച്ചു വന്നു. പിന്നെ അവൾക്ക് ചായ കൊടുത്തു. ചായക്ക് പാൻ കേക്കിന് അപ്പോൾ ചായ കൊടുത്തു. പിന്നെ ഞാനും ചായ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചേച്ചിയുടെ അനിയത്തിൻ്റെ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത്. അവരധികം അങ്ങനെ വഴക്കൊന്നും കൂടാറില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കൂടുള്ളൂ. വഴക്ക് കൂടിയാലും ചാരു വഴക്ക് കൂടുള്ളൂ. ലച്ചു ലച്ചു അങ്ങനെയൊന്നും അവളെ വികൃതി കാണിക്കില്ല. അതിനുശേഷം അവളുടെ അച്ഛൻ ഇന്ന് നേരത്തെ വന്നു. അപ്പോൾ ഞങ്ങളൊന്ന് പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ പൂമലുള്ള പാർക്കിൽ പോയി. പാർക്കിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ലച്ചുവിനെ പിടിച്ചാൽ കിട്ടില്ല. ചാരുവിനെ പറയും വേണ്ട, അവളൊട്ടും കിട്ടില്ല. എനിക്കവിടെ ആരെയാണ് നോക്കണ്ടേന്നറിയില്ല. ചാരുവിനെ നോക്കുമ്പോഴേക്കും ലച്ചു അവിടെ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലച്ചുവിൻ്റെ പിന്നാലെ പോകണം, പിന്നെ ചാരുവിൻ്റെ പിന്നാലെ പോകണം. ഞങ്ങളവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോഴേക്കും വിളക്ക് എത്തിക്കാറായി, മഴയായി. അങ്ങനെയായപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പിന്നെ വേഗം പോയി കുളിച്ച് വിളക്ക് എത്തിക്കാനുള്ള പരിപാടിയായി. എൻ്റെ കൂടെ തന്നെ ലച്ചു ഉണ്ടാവും കേട്ടോ വിളക്ക് എത്തിക്കാൻ. അവൾ പൂ പറിച്ചുകൊണ്ട് വരും. പൂ പറിച്ച് ഞാൻ കൈ കൊടുത്താൽ മതി. അവൾ കൊണ്ടുപോയി വയ്ക്കും. കിണ്ടിയിൽ വെള്ളം കൊണ്ടുപോയി വയ്ക്കും. വിളക്കിൽ തിരിയിട്ട് വയ്ക്കും. അങ്ങനെ എല്ലാം ചെയ്യും അവൾ. വിളക്ക് കത്തിക്കാൻ മാത്രം പേടിയാണ്. തീയുള്ളതുകൊണ്ട് കത്തിക്കാൻ പേടിയാണ്. ഞാൻ കൊടുക്കാറുമില്ല. പിന്നെ കുറച്ച് നേരം ഭഗവാനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പ്രാർത്ഥനയായി. അതിനുശേഷം പിന്നെ പഠിപ്പിക്കാൻ വിചാരിച്ചു. അവൾക്ക് പഠിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ചില സമയത്തൊരു കുട്ടിക്കളിയാണ്. പിന്നെ രാത്രിക്ക് മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. മീൻ വറുത്തു. കറി ഉണ്ടായിരുന്നില്ല. കറി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. കറി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ചേച്ചി അനിയത്തി നല്ല കളിയായി. അങ്ങനെ പിന്നെ ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ബൈ.